ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ആക്ച്വലി ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ. അത് ചിലപ്പോൾ എൻ്റെ മുഖത്ത് നല്ല രീതിയിൽ കാണാൻ പറ്റും. പല്ലേച്ചിട്ടില്ല, ലാസ്റ്റ് നൈറ്റ് പല്ലേച്ചതാണ്. അപ്പോൾ ഇന്ന് ആക്ച്വലി ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിൽ ന്യൂട്രീഷൻ ഇല്ല. ആൻഡ് ഇത് ആക്ച്വലി ഭയങ്കര സാഡായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ചെറിയ പിള്ളേരുണ്ടല്ലോ, അവർ യൂഷ്വലി ഇപ്പോൾ ജനിച്ചു വരുന്ന പിള്ളേരാണെങ്കിൽ അവർ അമ്മമാരുടെ പാലിൽ നിന്നായിരിക്കും അവർക്ക് ന്യൂട്രീഷൻ കിട്ടുക. പക്ഷേ അവർക്കും ഇപ്പോൾ ന്യൂട്രീഷൻ കിട്ടുന്നില്ല. അമ്മമാർക്ക് ന്യൂട്രീഷൻ കിട്ടിയാലല്ലേ കുഞ്ഞു വാവകൾക്ക് ന്യൂട്രീഷൻ കിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ അതുമില്ല. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോണത് സ്പൈർലീനയെ പറ്റിയാണ്. ദിസ് ഈസ് സ്പൈർലീന, ബ്ലൂ ഗ്രീൻ ആൽഗ എന്നറിയപ്പെടുന്ന കടൽ പായലായിട്ട് വരും ഇത്. ഓക്കെ, ഇത് ടാബ്ലറ്റ് ഫോമിലാണ് വരുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന സാധനം കാണാൻ. ഓക്കെ, കുഞ്ഞനാണ്. അപ്പോൾ ഇത് എത്ര കഴിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് സയൻസ് ബാക്ക്ഡ് ആണ് ബൈ ദ വേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിലെടുത്ത് സ്പൈർലീന റിസർച്ച് പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം ഇൻഫർമേഷൻ കിട്ടും. ബട്ട് വൺ തിങ് യു ഷുഡ് നോ ഇസ് ദാറ്റ് ഇറ്റ്സ് പോയിൻറ്റ്ലെസ് ടു ഈറ്റ് ഫുഡ് നൗ ഡേയ്സ്. ഇന്ന് നിങ്ങൾ ചിക്കൻ കഴിച്ച ചിക്കനിൽ പ്രോപ്പർ പ്രോട്ടീൻ ഇല്ല. പണ്ട് ചിക്കൻ തിന്നാൽ മസിൽ ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞ് കുറേ സംഭവമാണ്. പക്ഷെ ഇപ്പോഴത്തെ ചിക്കനിലൊന്നും ഇല്ല. ആ ചിക്കനിൽ വേണ്ട അമീനോ ആസിഡ്സ് ഇല്ല. അപ്പം നിങ്ങൾ ചിക്കൻ തിന്നുന്നത് വെറുതെയാണ്. അതുപോലെ തന്നെ ചോറ്, അതുപോലെ തന്നെ പച്ചക്കറികൾ, ഇതിലൊന്നും ന്യൂട്രീഷൻ ഇല്ല ഗൈസ്. കാരണം ന്യൂട്രീഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഉള്ള അത്രയും ഡിസീസസ് ഉണ്ടാവില്ലായിരുന്നു. നിങ്ങളുടെ ലാസ്റ്റ് ജനറേഷൻ, ഞാൻ പറയുന്നത് നമ്മളെ ഗ്രാൻഡ് പാരൻസ് ജനറേഷൻ ആയിരുന്നു ഹെൽത്തിയസ്റ്റ് ജനറേഷൻ. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ജനറേഷൻ എല്ലാവരും ദേ ആർ ഗെറ്റിംഗ് സിക്ക് എവറി സിംഗിൾ ഡേ. അതും 50-60 വയസ്സ് കഴിഞ്ഞിട്ടല്ല. They start getting sick at the age of 15. By 20, most of the children, they have intense hair fall. അവരുടെ തലയിൽ മുടിയില്ല. What is that? Anyways, അത് ഓവർനൈറ്റ് ഉണ്ടായൊരു സംഭവമല്ല. അത് നമ്മുടെ പാരൻസിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കിട്ടുന്നതായിരിക്കും. കാരണം ദേ സ്റ്റോപ്പ് ഗെറ്റിംഗ് ന്യൂട്രീഷൻ. ആ ജനറേഷൻ തൊട്ടാണ് ന്യൂട്രിയൻസ് കുറഞ്ഞുകൊണ്ടിരുന്നത്. സോ വാട്ട് ഐം ഗോണ സേ ഈസ്, നിങ്ങൾക്കൊരു വഴിയില്ല അറ്റ് ദിസ് പോയിന്റ്. എസ്പെഷ്യലി ഫീമെയിൽസ്, അവരുടെ പീരിയഡ് പ്രോബ്ലംസിനായാലും ഹോർമോണൽ ഇഷ്യൂസ് ആയാലും ആക്നെ ഇഷ്യൂസ് ആണെങ്കിലും, ലെറ്റ് ഇറ്റ് ജസ്റ്റ് ബി ന്യൂട്രീഷൻ. നമുക്ക് എല്ലാ പ്രോബ്ലംസും ഉണ്ടാവുന്നത് ഇസ് ബിക്കോസ് ആർ ബോഡി ഡസ് നോട്ട് ഹാവ് ന്യൂട്രീഷൻ. നമ്മുടെ സെൽസിന് ന്യൂട്രീഷൻ കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. അപ്പോൾ ആ പ്രോബ്ലംസ് നമുക്ക് ഇല്ലാതാവണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? വി പ്രൊവൈഡ് ദ സെൽസ് വിത്ത് ന്യൂട്രീഷൻ. അപ്പോൾ നമ്മുടെ ഫുഡിൽ നിന്ന് ഇപ്പോൾ ന്യൂട്രീഷൻ കിട്ടുന്നില്ല. സോ വാട്ട് വിൽ വി ഡു? വി ഗോ ടു സൂപ്പർ ഫുഡ്സ്. അതായത് സ്പൈർലീന ഒരു സൂപ്പർ ഫുഡാണ്. അതായത് നമുക്കിപ്പോൾ കിട്ടാത്ത ന്യൂട്രിയൻസ് നല്ല പാക്ക്ഡായിട്ട് ഈ ഒരു കുഞ്ഞു സാധനത്തിൽ നമുക്ക് കിട്ടും. അതായത് 10 ക്യാരറ്റ്, 10 കുക്കുംബർ, ചീര, പിന്നെ കുറേ പച്ചക്കറികളുണ്ടല്ലോ, അതിലെല്ലാത്തിലും ഉള്ള ന്യൂട്രിയൻസ് നമുക്ക് ഈ ഒരു സാധനത്തിലായിട്ട് നമുക്ക് കിട്ടും. അതിനെയാണ് സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല സൂപ്പർ ഫുഡ്. വി ഹാവ് ഗാനോഡെർമ ആസ് സൂപ്പർ ഫുഡ്. ഇതൊക്കെ ഞാൻ ഡെയിലി കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങളാണ്. അതുപോലെ തന്നെ നോനി, അതായത് മുറിൻഡ സിട്രിഫോളിയ, ഇതൊക്കെ സൂപ്പർ ഫുഡാണ്. ഇതൊക്കെ നമുക്ക് ഡെയിലി കൺസ്യൂം ചെയ്യേണ്ട സാധനങ്ങളാണ്. ഇതൊക്കെ എടുത്താലേ ഇനി നമുക്ക് മുമ്പോട്ട് ഒരു പ്രോപ്പർ സേഫ് ആൻഡ് ഹെൽത്തി ഹാപ്പി ജീവിതമുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പിള്ളേരൊന്നും കഴിക്കണില്ലെങ്കിൽ ഇത് കഴിക്കണം. ഇനി എത്ര കഴിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും പേടി. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് സ്പെസിഫിക്കലി ഈ വീഡിയോ എടുത്തത്. സോ ഭയങ്കര ഒരു റാൻഡമായിട്ട് എടുത്ത വീഡിയോ. രാവിലെ എണീറ്റപ്പോൾ എനിക്ക് വന്നൊരു ഐഡിയ ആണ്. കാരണം 2 ദിവസം മുമ്പ് മീറ്റിങ്ങിന് പോയപ്പോൾ അവർ അയ്യോ ഇത്ര കഴിക്കാൻ പാടോ, അടിച്ചോലേ മോളെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അടിച്ചു പോവില്ല. കാരണം ഞാനിത് ജന്മന കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. 25 വർഷമായിട്ട് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ കാണിക്കും. ഇപ്പോൾ ആസ് യു ക്യാൻ സീ, ഞാൻ 3 എടുത്തിട്ടുണ്ട്. ഞാൻ കഴിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഓക്കെ, 3 കഴിച്ചു. ഇനി അടുത്ത 3 കഴിക്കാൻ പോവാം. അതും കഴിച്ചു. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഗൈസ്. സോ അടുത്ത 3 കഴിക്കാൻ പോവാം. അപ്പോൾ ടോട്ടൽ എത്രയായി? 9. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അഡാപ്റ്റജനാണ്. അതുപോലെ തന്നെ ഗാനോഡെർമയും അഡാപ്റ്റജനാണ്. അതായത് എത്ര കഴിച്ചാലും കുഴപ്പമില്ല.
ചില സാധനങ്ങൾ നമ്മളൊരു ലിമിറ്റ് കഴിഞ്ഞ് കഴിച്ചാൽ, ഇപ്പോൾ ചോറിൻ്റെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ തടി വയ്ക്കും. ഇറ്റ്സ് പാക്ഡ് വിത്ത് ന്യൂട്രിയൻസ്, ഇറ്റ്സ് റിച്ച് ഇൻ ന്യൂട്രിയൻസ്. അപ്പോൾ ഇത് ബോഡിക്ക് ആവശ്യപ്പെട്ട സാധനങ്ങളായിരിക്കും കിട്ടുക. അപ്പോൾ ഇത് എങ്ങനെ കഴിക്കണം എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ കഴിക്കാം. അതായത് 10 കിലോയ്ക്ക് ഒരെണ്ണം. അപ്പോൾ എനിക്കിപ്പോൾ 60 കിലോ ഉണ്ട്. ഞാൻ 9 എണ്ണം കഴിച്ചു. എനിവേസ് ഒരെണ്ണം കൂടി കഴിക്കാൻ പോവാം. ഞാൻ 12 എണ്ണം കഴിച്ചു ഗൈസ്. 12 എണ്ണം. ചില ദിവസങ്ങൾ കഴിക്കാൻ പറ്റാറില്ല, കാരണം ചിലപ്പോൾ തിരക്കായി പോകും, എന്തെങ്കിലുമൊക്കെ ആയിപ്പോവും. ചിലപ്പോൾ കണ്ടിന്യൂസ്ലി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ എൻ്റെ സ്കിന്ന് മാറണം എനിക്ക് തോന്നും. സ്വീറ്റ്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുരു വരണ പോലെ തോന്നും. ഇപ്പം ഞാൻ ഐസ്ക്രീം കഴിച്ചാൽ എനിക്ക് പിറ്റേ ദിവസം ചിലപ്പോൾ ഇൻഫ്ലമേഷൻ പോലെ ഇങ്ങനെ മുഖത്ത് ആക്നെ പോലെ വരും. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നല്ല രീതിയിൽ സ്പൈറലീന അങ്ങോട്ട് കഴിക്കും. അടുത്ത 2 ദിവസം സ്പൈറലീന ആയിരിക്കും എൻ്റെ വയറ്റിൽ ആദ്യം ചെല്ലുക. ഇത് കഴിച്ചിട്ടുള്ള ഗുണം നിങ്ങൾ കാണും. ഇനി ഞാൻ വൈകുന്നേരവും ഉച്ചയ്ക്കും എല്ലാം 10 എണ്ണം വെച്ച് എന്തായാലും എടുക്കും. സോ ഡെയിലി ഞാൻ എന്തായാലും ഒരു 20 എണ്ണെങ്കിലും 20 സ്പൈറലീന ക്യാൻഡീസ് എൻ്റെ വയറിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഗാനോഡെർമയും. ഇത് GL ആണ്, യങ്ങസ്റ്റ് ഗാനോഡെർമ എന്ന് പറയും. ഇത് RG ആണ്, കുറച്ചും കൂടി ഓൾഡർ ആയിട്ടുള്ള, ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നും പറയാം. ഇതൊരു ഫാമിലിയാണ്. ഫാമിലിയിൽ അങ്ങനെ തന്നെ കഴിക്കണം. ഓക്കെ, അപ്പോൾ ഇനി എത്ര കഴിക്കണം എന്ന് ആലോചിച്ചാൽ നിങ്ങൾ വിഷമിക്കണ്ട, കാരണം ഇത് എത്ര വേണമെങ്കിലും കഴിച്ചോ. പുറത്ത് പോയി കഴിക്കരുത്. വേറെ ഏതോ സ്പൈറലീന കണ്ട് അത് പോയി കഴിക്കരുത്. നിങ്ങൾ സ്പൈറലീന ഞാൻ കഴിക്കണ പോലെ കഴിക്കുവാണെങ്കിൽ DX എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്പൈറലീന മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. കാരണം ഇവരെയാണ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് പേഴ്സണലി ഞാനിവിടെ ഫാക്ടറിയിൽ മലേഷ്യയിൽ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്, ഫുൾ പ്രോസസ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്തിട്ട് കഴിക്കുന്നത്, മീ ആൻഡ് മൈ എൻറ്റയർ ഫാമിലി. സോ നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും സ്പൈറലീന പോയി കഴിച്ചാൽ നിങ്ങൾ അടിച്ചു പോകും. കാരണം അത് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, എങ്ങനെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, എന്ത് വെള്ളത്തിലാണ്, എവിടെ നിന്നാണ്, ചിലപ്പോൾ ചൈനയിൽ നിന്നല്ല വേറെ ഇടത്ത് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന സാധനമായിരിക്കും. അപ്പോൾ കണ്ട സ്പൈറലീനൊക്കെ പോയി നിങ്ങൾ അഡാപ്റ്റഡ് ആച്ചാൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതൊന്നും പോയി കഴിക്കരുത്. സീരിയസ്ലി ചിലപ്പോൾ അടിച്ചു പോകും. DXൻ്റെ സ്പൈറലീന കഴിക്കുകയാണെങ്കിൽ കഴിച്ചാൽ മതി. ഞാൻ കഴിക്കണ പോലെ കഴിക്കുകയാണെങ്കിൽ, ബിക്കോസ് ദിസ് ഈസ് ദി ഓൺലി സ്പൈറലീന that I'll ever trust in my entire life. Same case goes with Ganoderma. കണ്ട ഗാനോഡെർമ പോയി കഴിക്കരുത്. ഓൺലൈൻ ഗാനോഡെർമ ലുസിഡിയം ഷോപ്പിങ്ങിൽ ചിലപ്പോൾ കാണും കുറേ ഗാനോഡെർമ. അതൊക്കെ പോയി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ പറ്റും. ബിക്കോസ് the way DXN cultivates its Ganoderma as well as its Spirulina, അത് ഭയങ്കര ഒരു വ്യത്യസ്ത രീതിയിലാണ്. വേറൊരു കമ്പനിക്കും ഈ ഭൂമിയിൽ ഇതുപോലെ സ്പൈറലീനയും ഗാനോഡെർമയും കൾട്ടിവേറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. കാരണം ഇത് നമ്മുടെ ഡോക്ടർ ലിമ്മിൻ്റെ മാത്രമായിട്ടുള്ളൊരു ഐഡിയ ആണ്. He is the only person who could ever make this possible. So thank you guys. ഇത്രയുള്ളൂ ഇന്നത്തേക്ക് എനിക്ക് പറയാൻ. വീണ്ടും നമുക്ക് കാണാം. ബൈ ബൈ.